ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ സുകന്യയെക്കുറിച്ചുള്ള സത്യാവസ്ഥകളൊക്കെ ഇന്ദ്രാമ്മ ധർമ്മനെ അറിയിക്കുകയാണ്. ഇത് കേട്ട് വിശ്വസിക്കാൻ കഴിയാതെ ധർമ്മം നിൽക്കുക. സുകന്യയാണോ മേ ഇതൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുക. അതേടാ, അവൾ തന്നെയാ ഇതൊക്കെ ചെയ്തു കൂട്ടിയത്. രാജശ്രീയോട് അവൾ പറയുന്നത് ഞാൻ കേട്ടതാ എന്ന് പറയാം. ഇന്ന് ഞാൻ അവളോട് ഇത് ചോദിച്ചിട്ടേ ഉള്ളൂ. എൻ്റെ കുടുംബത്തിൽ കയറി ഇത്രയും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ട് അവൾക്ക് ഒന്നും അറിയാത്ത പോലെ എങ്ങനെ നിൽക്കാൻ കഴിയുന്നു എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് നമ്മുടെ ധർമ്മൻ അങ്ങ് പോകാൻ തുടങ്ങുമ്പം പെട്ടെന്ന് ഇന്ദ്രമ്മ കൈ പിടിച്ച് നിർത്തും. എടാ, നീ ഇങ്ങനെ എടുത്തു ചാടല്ലേ, ക്ഷമയോടെ വേണം ഇക്കാര്യം നീ കൈകാര്യം ചെയ്യാൻ എന്ന് ഇന്ദ്രമ്മ പറയാം. അമ്മ എന്താ ഈ പറയുന്നത്? ഇന്ന് തന്നെ ഞാൻ അവളെ അടിച്ചിറക്കും. എടാ, വെറുതെ അനാവശ്യ കാര്യങ്ങൾ നീ ചെയ്യരുത്. ഇതുകൊണ്ടാ നിന്നോട് ഞാൻ പറയണോ വേണ്ടയോ എന്ന് 100 തവണ ആലോചിച്ചത് എന്ന് ഇന്ദ്രമ്മ പറയൂട്ടോ. നീ അവളോട് അടിച്ചിറക്കി വിട്ടാലേ നാട്ടുകാർ സകലതും അറിയും. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? പിന്നെ ബാലനും ഗോമതിയും ജീവിച്ചിരിക്കുവോ? അഭിമാനിയാ ബാലൻ. ഞാനിതൊക്കെ പറഞ്ഞത് സുകന്യയെ നീ തിരിച്ചറിയാനാ. അവള് നീ കരുതുന്ന പോലൊരു പെൺകുട്ടിയല്ല. അവളുടെ മനസ്സിലെ വിഷം എത്രത്തോളം ഉണ്ടെന്ന് നീ ഒന്ന് അറിഞ്ഞിരിക്കണം. അതിനായിട്ടാണ് ഞാൻ നിന്നോട് ഇതെല്ലാം പറഞ്ഞത്. പിന്നെ അവളോട് പ്രതികരിക്കണ്ടെന്ന് ഞാൻ പറയില്ല. പ്രതികരിക്കണം, വേണ്ടതുപോലെ നീ ചെയ്യണം. ഞാൻ പറയുന്നത് മനസ്സിലാകും. ഇത്രയും കാലം അവൾ കാണിച്ചു കൂട്ടിയതിനൊന്നും നീ പ്രതികരിച്ചിട്ടില്ല. പക്ഷെ ഇതിന് നീ പ്രതികരിക്കണം, ശക്തമായി തന്നെ. ഒരു ഭർത്താവ് എന്താണെന്ന് അവള് തിരിച്ചറിയണം എന്ന് ഇന്ദ്രമ്മ പറഞ്ഞു കൊടുക്കുക. അതേസമയം ആ കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ തന്നെ നിൽക്കുകയും വേണം. മറ്റാരും അറിയാനും പാടില്ല. പുറത്തൊരാളും ഒന്നും അറിയരുത്. ഞാൻ പറഞ്ഞു തരുന്നതൊക്കെ നിനക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ധർമ്മനോട് ഇന്ദ്രമ്മ ചോദിക്കണം. മനസ്സിലാകുന്നുണ്ടമ്മേ, ഇനി മതി. ദേവമംഗലത്തെ ധർമ്മൻ എന്താണെന്ന് ഇന്ന് അവക്ക് മനസ്സിലാക്കി കൊടുക്കണം നീ. മനസ്സിലായോ ധർമ്മ എന്ന് വീണ്ടും ഇന്ദ്രമ്മ ചോദിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന ധർമ്മന് ആകെ പുകഞ്ഞു നിൽക്കുകയാണ്. ഇതേ സമയം ദേവമംഗലത്ത് നമ്മുടെ സുകന്യ ഒരു ഫോണൊക്കെ ചെയ്ത് ചിരിച്ച് കളിച്ച് നിൽക്കുക. അപ്പോഴാണ് ധർമ്മൻ റൂമിലേക്ക് കയറി വരുന്നത്. പെട്ടെന്ന് തന്നെ റൂമിന്റെ ഡോറ് ലോക്ക് ചെയ്യുകയാണ്. എന്നിട്ട് സുകന്യയെ പിടിച്ചു നിർത്തുക. ആ ഫോൺ എടുത്ത് ഒരു ഏറും വെച്ച് കൊടുക്കും. എന്നിട്ട് അവൾക്കിട്ടൊരു അടി വെച്ച് കൊടുക്കുകയാണ്. സുകന്യ പെട്ടെന്ന് ബെഡിലേക്ക് വീണു പോവുക. സുകന്യ ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ട് ധർമ്മന്റെ നേരെ കൈ ചൂണ്ടി ചോദിക്കും. ഓഹോ, നിങ്ങൾ എന്നെ തല്ലിയല്ലേ? എന്നെ തല്ലാൻ മാത്രം ധൈര്യമൊക്കെ നിങ്ങൾക്ക് വന്നോ എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും ധർമ്മൻ ഒരടി കൂടി കൊടുക്കുകയാണ്. അത് കണ്ട് സുകന്യ കവളി പൊത്തി പിടിച്ചോണ്ട് ധർമ്മനോട് ദേഷ്യപ്പെടുക. നിങ്ങൾ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് വല്ല ബോധ്യമുണ്ടോ? ഇനി ഒരു നിമിഷം ഞാൻ നിങ്ങളുടെ തല്ലും കൊണ്ട് ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞ് അവളുടെ പെട്ടിയെടുത്ത് പോകാനായിട്ട് തുടങ്ങുമ്പോൾ ധർമ്മൻ പറയും, പെട്ടിയെടുത്ത് പോവാണേ ആ വഴിക്ക് നീ പൊയ്ക്കോണം. പിന്നെ ഒരു പേരും പറഞ്ഞ് ഈ വീട്ടിലേക്ക് തിരിച്ചു കയറാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ നിന്നെ വന്ന് തിരിച്ചു വിളിക്കുമെന്ന് നീ കരുതുകയും വേണ്ട എന്ന് പറയാം. അത് കേൾക്കുന്ന സുകന്യ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ. ധർമ്മൻ ഇങ്ങനൊരു ഭാവം സുകന്യ ഇന്ന് വരെയും കണ്ടിട്ടില്ല. താൻ പെട്ടിയെടുത്ത് പോകാൻ തുടങ്ങുമ്പം തൻ്റെ കാല് വീഴുന്ന ധർമ്മനെയാണ് സുകന്യ പ്രതീക്ഷിച്ചത്. എന്താ, നിനക്കിപ്പോൾ പോവണ്ടേ എന്ന് ചോദിക്കാം. അപ്പോൾ സുകന്യ പറയും, ഹോ, അങ്ങനെ അങ്ങ് പോകാനൊന്നും ഈ സുകന്യ തീരുമാനിച്ചിട്ടില്ല. നിങ്ങളുടെ അളിയനെയും പെങ്ങളെയും ഒക്കെ വിളിക്കുക. നിങ്ങൾ എന്ത് തല്ലിയ കാര്യം ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും. എന്തിനാ എന്നെ തല്ലിയെന്ന് എനിക്ക് അറിയണം എന്ന് സുകന്യ പറയാണ്. നിങ്ങളെ കൊണ്ട് ഞാൻ മാപ്പ് പറയിച്ചില്ലെങ്കിൽ എൻ്റെ പേര് സുകന്യ എന്നല്ല എന്ന് പറയും. ഇത് കേട്ട് പൂച്ചത്തോടെ ധർമ്മൻ അവിടെ നിൽക്കുക. എന്നിട്ട് വീണ്ടും സുകന്യ ധർമ്മൻ്റെ അടുത്തേക്ക് ചെന്ന് പെട്ടിയൊക്കെ എടുത്തങ്ങ് മാറ്റി വെക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്നെ തല്ലണോ അല്ലേ? അല്ല, അലോക് എങ്ങനെയാടി അനുവിൻ്റെ റൂമിൽ വന്നേ എന്ന് അപ്പം പെട്ടെന്ന് നമ്മുടെ ധർമ്മൻ സുകന്യയോട് ചോദിക്കുക. ഇത് കേട്ട് സുകന്യ ആകെ പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഈശ്വര, ധർമ്മയുടെ സത്യാവസ്ഥകളൊക്കെ അറിഞ്ഞോ? അതുകൊണ്ടാണോ എന്നെ അടിച്ചത് എന്നൊക്കെ സുകന്യയുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ചിന്തിക്കാം. എന്താടി, ഞാൻ ചോദിച്ചതൊന്നും നീ കേൾക്കുന്നില്ലേ എന്ന് അപ്പം ധർമ്മൻ വീണ്ടും ചോദിക്കുക. അവൻ ഈ വീട്ടിൽ കയറാൻ വാതിൽ തുറന്നു കൊടുത്തത് ആരാടി? നീ അല്ലേടി എന്ന് ചോദിക്കുകയാണ്. അപ്പം എന്തു പറയണമെന്നറിയാതെ നിൽക്കുക. എന്നിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്നോ നീ? നിനക്കെന്താ അളിയനും ചേച്ചിയും വിളിക്കണ്ടേ? വിളിക്കടി, അളിയനും ചേച്ചിയെ വിളിക്കടി എന്ന് പറഞ്ഞ് മുടിയെ കുത്തിപ്പിടിച്ച് വീണ്ടും ബെഡിലേക്ക് തള്ളൂട്ടോ ധർമ്മൻ. ഇപ്പം തന്നെ എല്ലാ സത്യങ്ങളും എല്ലാവരെയും അറിയിക്കണം. തെറ്റു മുഴുവൻ നീ ചെയ്തിട്ട് ആ പാവം പിടിച്ച പെൺകൊച്ചിന് തലയിലിട്ട് കൊടുത്തലടി ദുഷ്ട എന്നും പറഞ്ഞ് വീണ്ടും സുഖിനെ വലിച്ചഴിക്കാണ് കേട്ടോ. അയ്യോ ധർമ്മേട്ട, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ധർമ്മേട്ട. ഈ കുടുംബത്തെ രക്ഷിക്കാനാ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്ന് പറയാം. ഈ കുടുംബത്തെ രക്ഷിക്കാനോ അതോ ശിക്ഷിക്കാനോ എല്ലാം എനിക്ക് മനസ്സിലായടി. ഇപ്പം തന്നെ അളിയനോടും ചേച്ചിയോടും ഒക്കെ സത്യാവസ്ഥ പറഞ്ഞ് അനുവിൻ്റെ നിരപരാധിത്വം നീ തെളിയിച്ചില്ലെങ്കിൽ പിന്നെ നിന്റെ സ്ഥാനം ഈ ദേവമംഗലത്തെ പടിക്ക് പുറത്താ. ഈ ധർമ്മന്റെ ജീവിതത്തിലും അങ്ങനെ
അങ്ങനെ തന്നെയാടി എന്ന് പറയുക. അയ്യോ ധർമ്മേട്ട ആരോടും ഈ സത്യങ്ങൾ പറയല്ലേ എന്നും പറഞ്ഞ് സുകന്യ ധർമ്മന്റെ കാലിലേക്ക് അങ്ങ് വീണാണ് കേട്ടോ. എൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരയുക. ധർമ്മേട്ടൻ വഴി ആരെങ്കിലും ഈ സത്യങ്ങൾ അറിഞ്ഞ ആ നിമിഷം ഞാൻ ആത്മഹത്യ ചെയ്യും, പിന്നെ ഒരു നിമിഷം ഞാൻ ജീവിച്ചിരിക്കില്ല. ധർമ്മേട്ട എന്നെ ഒന്ന് വിശ്വസിക്കുക ധർമ്മേട്ട, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, നമ്മുടെ അനുമോളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചത് എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പം ധർമ്മന്റെ മനസ്സ് ചാഞ്ചാടുകയാണ്. അനുവിനെ രക്ഷിക്കാനോ, നീ എന്തൊക്കെയാടി പറഞ്ഞു വരുന്നേ എന്ന് വീണ്ടും ചോദിക്കും. അത് അനുമോള് അവളുടെ ജീവിതം നശിച്ചു പോകാതിരിക്കാനാ ഞാൻ അലോകിനെ ഈ വീട്ടിലേക്ക് കയറ്റിയത്. അനുവിന്റെ ജീവിതം നശിച്ചു പോകാതിരിക്കാനോ അതോ നശിപ്പിക്കാനോ എന്ന് വീണ്ടും അപ്പം ധർമ്മൻ ചോദിക്കുക. അവർ രണ്ടുപേരും തമ്മിൽ എന്തൊക്കെയോ വഴക്കുണ്ടായി ധർമ്മേട്ട. അപ്പം അവളുടെ പേരെഴുതി വെച്ച് അവൻ ആത്മഹത്യ ചെയ്യുമെന്ന് എന്നോട് പറഞ്ഞു. എങ്ങനെയെങ്കിലും അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിക്കട്ടെ എന്ന് കരുതിയ ഞാൻ അവനെ ഈ വീട്ടിൽ കയറാൻ അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്താലോ, അനുവിൻ്റെ പേരെഴുതി വെക്കുകയോ ചെയ്തിരുന്നെങ്കിലോ എന്താകുമായിരുന്നു? അനുവിൻ്റെ ഭാവി തീർന്നില്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്നെ ഒന്ന് വിശ്വസിക്കുക ധർമ്മേട്ട. ഈ കുടുംബത്തിലെ ആരോടും ഈ സത്യങ്ങളൊന്നും പറയല്ലേ പ്ലീസ്. എന്നെ ഇവിടെ നിറക്കി വിടും പ്ലീസ് ധർമ്മേട്ട. ആ നിമിഷം ഞാൻ മരിക്കും എന്നും പറഞ്ഞ് സുകന്യ കരയാണ് കേട്ടോ. സുകന്യയുടെ ഈ കരച്ച നാടകത്തിൽ ധർമ്മം വീഴുക. ധർമ്മം പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അത് കാണുമ്പം സുകന്യ സമാധാനത്തോടെ നിൽക്കുകയാണ്. നിങ്ങളെ എങ്ങനെ എൻ്റെ വഴിക്ക് കൊണ്ടുവരണമെന്നൊക്കെ എനിക്കറിയാൻ ധർമ്മേട്ട എന്ന് സുകന്യ അപ്പോൾ മനസ്സിൽ പറയാം. ഇതേ സമയം ധർമ്മൻ നേരെ അനുവിൻ്റെ റൂമിലേക്ക് കയറി ചെല്ലുന്നത്. അപ്പം പെട്ടെന്ന് വാതിൽ തുറക്കുന്ന സൗണ്ട് കേൾക്കുമ്പം അനു പേടിച്ച് വരച്ച് എഴുന്നേക്കുക. അയ്യോ മോള് പേടിക്കണ്ട, മാമൻ നിന്നെ തല്ലാനോ വഴക്കു പറയാനോ ഒന്നും അല്ല വന്നത് എന്ന് ധർമ്മൻ അപ്പം പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പം നമ്മുടെ അനു സമാധാനത്തോടെ നിൽക്കുക. നിനക്ക് എന്താടി മോളെ പറ്റിയത് എന്ന് ചോദിക്കുക. എൻ്റെ ഏട്ടന്മാർക്ക് നമ്മളോടുള്ള പകയും വൈരാഗ്യവും ഒക്കെ കണ്ടു വളർന്നവളല്ലേ നീ, എന്നിട്ടാണോ നീ ഈ പണി കാണിച്ചത് മോളെ എന്ന് ചോദിക്കുക. മാമ ഇങ്ങനൊന്നും പറയല്ലേ മാമ എന്നപ്പോൾ പറയാ. അവൻ നിന്നെ മയക്കിയതാ, അല്ലെങ്കിൽ നീ അവൻ്റെ വലയിൽ പോയി വീഴുവോ എന്ന് ചോദിക്കുക. വേറെ ആരായിരുന്നാലും കുഴപ്പമില്ലായിരുന്നു, അവൻ്റെ വലയിൽ തന്നെ നീ പോയി വീണല്ലോടി, ഇതെങ്ങനെ സംഭവിച്ചേ എന്ന് വീണ്ടും ചോദിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ അനു പറയും, കോളേജിൽ അലോക് എൻ്റെ സീനിയർ ആയിരുന്നു മാമ, അങ്ങനെയാണ് ഞങ്ങൾ അടുപ്പത്തിലായത്. അന്നൊന്നും ഞാൻ അവനോട് യാതൊരു അടുപ്പവും കാണിച്ചിട്ടില്ല. പക്ഷേ അത് പതുക്കെ എല്ലാം മാറി മറിഞ്ഞു. അവൻ എന്നോട് മിണ്ടാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങി. ഞാൻ അവനെ വിശ്വസിച്ചു പോയി മാമ. അതാ ഇതൊക്കെ സംഭവിച്ചത്. ആ വിശ്വാസം എന്നെ ഈ അവസ്ഥയിൽ ഇന്നെത്തി. മാമൻ അറിയോ, അച്ഛനിപ്പോൾ എൻ്റെ മുഖത്ത് പോലും നോക്കാറില്ല. അമ്മയും അതെ, ഏട്ടന്മാരും എന്നെ പൂർണ്ണമായിട്ടും അവഗണിക്കുക. അവരൊക്കെ എന്നെ എത്ര വേണേലും തല്ലിക്കോട്ടെ, പക്ഷേ ഈ അവഗണന അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല മാമ എന്ന് പറയാണ്. മോളെ നീ അവരുടെ ഭാഗത്തു നിന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അത്രയേറെ വിശ്വസിച്ച സ്നേഹിച്ച മോളുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ തെറ്റ് അളിയനെ കൊണ്ട് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമെന്ന് നീ കരുതുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതിന് മാമ, അലോകിനെ വിളിച്ച് വീട്ടിലേക്ക് കയറ്റിയത് ഞാനല്ല, അവനോട് ഇങ്ങോട്ട് വരരുതെന്നാ ഞാൻ പറഞ്ഞത്, എന്നിട്ടും അവൻ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നതാ എന്ന് പറയാണ്. ഇപ്പം മാമന് എല്ലാ സത്യങ്ങളും അറിയാം മോളെ. അവനെ ആരാണ് ഈ വീട്ടിൽ കയറ്റിയതെന്നും അറിയാം. പക്ഷേ ഇപ്പം ഞാൻ ഈ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാലും നിന്റെ അച്ഛനോ അമ്മയോ ചേട്ടന്മാരോ ഒന്നും വിശ്വസിക്കാൻ പോകുന്നുമില്ല എന്ന് ധർമ്മം പറയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. മാമൻ നിന്നെ ന്യായീകരിച്ചു പറയുവാണെന്നേ അവർ കരുതൂ എന്ന് പറയാം. അല്ലാതെ കുറച്ച് ദിവസം കൂടി മോളൊന്ന് ക്ഷമിക്ക്. അതിനുള്ളിൽ കാര്യങ്ങളൊക്കെ മാറി മറിയും, എല്ലാം കലങ്ങി തെളിയുന്നേ. എന്തേലും ഒരു വഴി തെളിയും. നിന്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് ചേച്ചിക്കും അളിയനും ബോധ്യപ്പെടുകയും ചെയ്യും. ഇനി എന്നെങ്കിലും എൻ്റെ അച്ഛനും അമ്മയും എന്നെ വിശ്വസിക്കുമോ മാമ എന്നപ്പം അനു കരഞ്ഞുകൊണ്ട് ചോദിക്കുക. നീ എന്താ മോളെ ഈ പറയുന്നേ? അവർ നിന്നെ വിശ്വസിക്കുമോന്നോ? വിശ്വസിക്കും, പഴയ പോലെ സ്നേഹിക്കുകയും ചെയ്യും. കുറച്ച് സമയം ക്ഷമയോടെ കാത്തിരിക്കുക, അവരുടെ മനസ്സൊക്കെ മാറും. അളിയൻ്റെ ചേച്ചിയുടെ മനസ്സേ എനിക്കറിയാം. അളിയനും ചേച്ചിയും പുറമേ നിന്നോട് ദേഷ്യം കാണിക്കുന്നതേ ഉള്ളൂ. നിന്നെ ഓർത്ത് അവർ ഇപ്പോൾ ഉള്ളു കിടന്ന് പെടയുകയായിരിക്കും. അവരുടെ മനസ്സ് എനിക്ക് നന്നായിട്ട് അറിയാലോ. എനിക്കറിയാവുന്ന പോലെ അളിയനും ചേച്ചിയും വേറെ ആർക്കും അറിയില്ല. ഞാൻ എൻ്റെ കുഞ്ഞിൽ തൊട്ടവരെ കണ്ടു വളർന്നവരാ. അവർക്ക് നിന്നോട് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല എന്നൊന്നും നീ ചിന്തിക്കരുത് മോളെ. അവർക്കേ നിന്നോട് ക്ഷമിക്കാൻ കഴിയും. അവർ നിന്നോട് ക്ഷമിക്കും, നിന്റെ തെറ്റുകൾ പൊറുക്കുകയും ചെയ്യും. അതുറപ്പാ മോളെ. നീ അവർക്ക് കുറച്ച് സമയം കൊടുക്ക്. നീ ഇങ്ങനെ ക്ഷമയോടെ കാത്തിരിക്കുക എന്ന് പറയാം. മോളെ ഇനി ഒരിക്കലും അലോകുമായിട്ട് നീ ഒരു ബന്ധം ഉണ്ടാക്കരുത്. അതിൻ്റെ പരിണത ഫലം ഇപ്പം നീ അനുഭവിച്ചില്ലേ? അവൻ നിന്നെ ശല്യപ്പെടുത്താൻ ശ്രമിച്ചാൽ നീ അത് എന്നോട് പറയണം, ഞാൻ പരിഹരിച്ചോളാം. ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? അവൻ്റെ കാര്യം മാമൻ നോക്കിക്കോളാം എന്ന് പറയാം. അപ്പം അനു തലയാട്ടുവാണ് കേട്ടോ. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത് നിനക്ക് എന്ന് ചോദിക്കാം. മാമ മനസ്സിലാകുന്നുണ്ട്, എങ്കിൽ വാ എന്ന് പറഞ്ഞ് അനുവിനെ വിളിച്ചുകൊണ്ട് പോവാണ്. എന്നിട്ട് ചോദിക്കും, ദേ ഈ ബെഡിലിരുന്നേ, നിന്റെ പരീക്ഷയ്ക്ക് ഇനി അധിക ദിവസമില്ലല്ലോ, നീ നന്നായിട്ടിരുന്ന് പഠിക്കണം. മോള് മനസ്സിലുള്ളതെല്ലാം കളഞ്ഞിട്ട് നല്ലവണ്ണം
വലിയ റാങ്ക് വാങ്ങി പരീക്ഷയ്ക്ക് ജയിച്ച അളിന് നിന്നോട് ഇപ്പോൾ എല്ലാ ദേഷ്യവും മാറും. ചേച്ചിക്കും അളിനും നിന്നോടൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായി തുടങ്ങും. ആ ഒറ്റ ഒരു കാര്യം മതി. അതുകൊണ്ട് നീ മറ്റെല്ലാം മറന്ന് മോളിപ്പം അതിനു വേണ്ടി പഠിക്കുക. നല്ല റാങ്ക് മേടിക്കാൻ നോക്ക്. എൻ്റെ അച്ഛൻ്റെ സ്നേഹം എനിക്ക് തിരിച്ചു കിട്ടണം. അതിനെനിക്ക് നല്ല മാർക്ക് വേണം. ആ ഒറ്റ ഒരു ചിന്തയെ ഇനി നിന്റെ മനസ്സിൽ ഉണ്ടാക്കാൻ പാടുള്ളൂ. അലോകും കൃഷ്ണമംഗലവും ഇവിടെ നടന്ന പ്രശ്നങ്ങളും ഒക്കെ നീ മറക്ക്. അതൊക്കെ പരിഹരിക്കപ്പെടും കേട്ടോ. സമാധാനത്തോടെ ഇരിക്കുക, തകർന്നിരിക്കാതെ. എന്നിട്ട് നന്നായിട്ട് പഠിക്കുക. നിന്റെ ഭാവി അതിലെ ആശ്രയിച്ചിരിക്കുന്നത് എന്നൊക്കെ ധർമ്മം പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുവാണേ. ഇതേ സമയം ഗോമതി ആണെങ്കിൽ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു. പെട്ടെന്നാണ് ഒരു ഓട്ടോ വരുന്നത് കാണുന്നത്. ഇതിപ്പം ഓട്ടോയിൽ ആരാ വരാൻ എന്നും പറഞ്ഞ് ഗോമതി നോക്കുമ്പം വേറെ ആരുമല്ല, നമ്മുടെ ഉദയഭാനുവാണ് കേട്ടോ. ദേവിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് ഉദയഭാനു വരിക. ഉദയഭാനുവിനെ കാണുന്ന ഗോമതി, ഈശ്വര, ഉദയഭാനു സാർ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്? അപ്പൊ ഗോമതിയെ കാണുന്ന ഉദയഭാനു ആണെങ്കിൽ ചിരിച്ചോണ്ട് അകത്തേക്ക് ചെല്ലാൻ നോക്കുമ്പോൾ ബാലേട്ട എന്നും വിളിച്ചോണ്ട് ഉദയഭാനുവിനെ ഗൗനിക്കാതെ നമ്മുടെ ഗോമതി അകത്തേക്ക് കയറി പോവാ. ഈ ഗോമതിക്ക് ഇത് എന്തു പറ്റി? എന്നെ കണ്ടിട്ട് എന്താ ഒരു മൈൻഡില്ലാതെ? ബാലേട്ട ഒന്നിങ്ങോട്ട് വേഗം വന്നേ, ഈ ബാലേട്ടൻ ഇത് എവിടെ പോയി കിടക്കുക എന്നും പറഞ്ഞ് ഹാളിൽ നിന്ന് ബാലനെ വിളിക്കുക. ബാലേട്ട, നിങ്ങളിത് എവിടെയാ ബാലേട്ട? അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ഉദയഭാനു അകത്തേക്ക് കയറി വരികയാണ് ചിരിച്ചോണ്ടേ. അപ്പം ഗോമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുക. അപ്പോഴാണ് ബാലൻ അവിടേക്ക് വരുന്നത്. എന്താ ഗോമതി, നീ എന്തിനാ ഈ വിളിച്ചു കൂവിയത് എന്ന് ബാലൻ ചോദിക്കുക. അപ്പോഴാ ഗോമതിയുടെ നോട്ടം പോകുന്നിടത്തേക്ക് ബാലന് നോക്കുക. അപ്പൊ ഉദയഭാനുവിനെ കാണുന്ന ബാലൻ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുക. നമസ്കാരം ബാല എന്ന് പറയുകയാണെ. ഇതേ സമയം റൂമിലിരുന്ന് നമ്മുടെ ദേവിയും തൻ്റെ അച്ഛൻ്റെ ശബ്ദം കേൾക്കുകയാ. ഈശ്വര, അച്ഛനാണല്ലോ എന്നിങ്ങനെ പറയണം കേട്ടോ. എന്തു പറ്റി ബാല എന്ന് ചോദിക്കുക. ഇരിക്കെ ഉദയഭാനു സാർ ഇരിക്കെ എന്ന് പറയാണ്. ബാല, പിന്നെ എന്തൊക്കെയുണ്ട് ബാല വിശേഷങ്ങൾ? ഇപ്പം ബാലൻ എന്നെ വിളിക്കാറേ ഇല്ലല്ലോ. ഗോമതി സ്റ്റോഴ്സിന്റെ പണിയൊക്കെ തുടങ്ങിയോ ബാല എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ. അത് കേൾക്കുമ്പം എന്ത് പറയണോന്നറിയാതെ നിൽക്കുക. അച്ഛനല്ലേ അതെന്ന് ദേവി ചോദിക്കുക. ഈ ഗോമതി സ്റ്റോഴ്സിന്റെ പ്ലാനിൽ ചെറിയ പ്രശ്നമുണ്ടെന്ന് ഞാൻ സാറിനോട് പറഞ്ഞായിരുന്നല്ലോ എന്ന് ബാലൻ ചോദിക്കുക. അതുകൊണ്ട് സ്റ്റോറിന്റെ പണി ഉടനെ തുടങ്ങില്ല എന്ന് പറയാം. ബാല, ദേ ഇതൊക്കെ എന്താണെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ച് ഒരു കവർ അങ്ങ് കാണിക്കുകയാണ് കേട്ടോ. അപ്പൊ ഗോമതിയും ബാലനും അതിലേക്ക് നോക്കി നിൽക്കുക. ഇതൊക്കെ എന്താ? അതേസമയം തന്നെ ധർമ്മനും അവിടേക്ക് വരികയാണേ. ധർമ്മൻ ഉണ്ടായിരുന്നോ എന്ന് അപ്പൊ ഉദയഭാനു ചോദിക്കുക. ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാ. ഇന്നിപ്പം എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, എന്ന് പറ്റി കടയിലോട്ടൊന്നും ആരും പോയില്ലേ എന്നൊക്കെ ഇപ്പൊ ചോദിക്കുകയാണ്. ദേ ഇത് കണ്ടോ, കുങ്കുമപ്പൂ 2 നേരം ദേവിമോൾക്ക് പാല് കലക്കി കൊടുക്കണം. കുഞ്ഞിനെ നല്ല പൂവമ്പഴത്തിന്റെ നിറമായിരിക്കും എന്ന് ഉദയഭാനു പറയാണ് കേട്ടോ. പിന്നെ ദേ ഇത് നോക്കിക്കേ എന്നും പറഞ്ഞ് അടുത്തൊരു സാധനം ആ കവറിൽ നിന്ന് എടുക്കുക. ദേ ഇതാണ് നെയ്യ്, പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ച നെയ്യാ. ഇതിനെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ എന്ന് ബാലനോടും ഗോമതിയോടും ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ. അപ്പം ബാലൻ വേദനയോടെ, ഇല്ല, എന്താ? കുഞ്ഞിന്റെ ബുദ്ധിശക്തിക്ക് അത്യുത്തമമാണ് ഈ നെയ്യ്, അതുകൊണ്ടാ ഈ സ്പെഷ്യൽ നെയ്യ് ഞാൻ വരുത്തിച്ചത്, എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാം. ഇത് കേൾക്കുന്ന ഗോമതി അയ്യോ എന്നും പറഞ്ഞ് നെഞ്ചി കൈ വെച്ച് നിൽക്കുകയാണ് കേട്ടോ. ശ്രീകലം കൂടി എൻ്റെ കൂടെ വരാനിരുന്നതാ, പക്ഷെ അവക്ക് ചെറിയൊരു പനിയാ. അതെ, പനിയുള്ളവര് ഗർഭിണികളുടെ അടുത്ത് വരാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ അവളെ കൊണ്ടുവരാതിരുന്നത്. അവള് കൂടി വന്ന് ദേവിമോക്ക് പനി വല്ലതും പിടിച്ചാൽ അത് പാടാകും. പിന്നെ ഞാൻ ഇപ്പൊ വന്നത് വേറൊരു കാര്യത്തിനാ. സ്ത്രീകളൊക്കൊരാഗ്രഹം, ദേവിമോളുടെ വളകാപ്പ് നടത്തണമെന്ന്. അങ്ങനെയൊക്കെ ചടങ്ങുള്ളതല്ലേ, എനിക്കറിയാം. ദേവിമോളുടെ വളകാപ്പിന് 1 രൂപ പോലും എൻ്റെ കയ്യിൽ നിന്ന് മുടക്കാൻ ബാല സമ്മതിക്കില്ല എന്ന് ഉദയഭാനു പറയാണ് കേട്ടോ. എന്ത് പറയണമെന്നറിയാതെ ഗോമതിയും ബാലനും പരസ്പരം വേദനയോടുകൂടി നിൽക്കുകയാണ്. അപ്പം ഗോമതിയുടെ മനസ്സിലേക്ക് ഇതേത് വളയാ എന്ന് മീനു ചോദിച്ച ചോദ്യമാണ് വന്നത്. ഇത് അലമാരയിൽ ലോക്കറിൽ ഇരുന്ന വളയാ എന്ന് അപ്പം മറുപടി പറയുന്നതും, ഇത് എന്തിനാ ഞാൻ എടുത്തെന്ന് അറിയാവോ എന്ന് ചോദിക്കുന്നതും, ഇത് ദേവിമോൾക്കുള്ളതാ ആണോ എന്നപ്പം മീനു ചോദിക്കും. ഈ വളയിട്ട് വേണം ദേവിമോളെ ഈ വീട്ടിലേക്ക് സ്വീകരിക്കാൻ എന്ന് ഗോമതി പറയുന്നതും ഒക്കെ ഗോമതിയുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ് കേട്ടോ. വളകാപ്പിന്റെ കാര്യം നമ്മുടെ ഉദയഭാനു പറഞ്ഞപ്പം അപ്പൊ ഗോമതി അവിടെ നിന്ന് കരയുവാ. എന്തു പറ്റി? എന്തിനാ ഗോമതി കരയുന്നത്? എന്താ ബാല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പൊ ബാലനാണെങ്കിൽ തല കുനിച്ചു നിൽക്കുക, എന്തു പറയണോന്നറിയാതെ. ഗോമതി, നീ എന്നതായി കാണിക്കുന്നേ എന്ന് ബാലൻ ചോദിക്കുക. ചേച്ചി ഇങ്ങനെ കരയാതെ എന്ന് ധർമ്മനും
ഗോമതിയോട് പറയണം കേട്ടോ. അപ്പോൾ ഗോമതി പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങോട്ട് മാറി നിൽക്കുക. എന്നിട്ട് ധർമ്മൻ്റെ അടുത്തേക്ക് പോകുക. എടാ എനിക്കിതൊന്നും സഹിക്കാൻ വയ്യ, എന്തൊക്കെയാടാ ഈ പറയുന്നത്, എനിക്കൊന്നും വയ്യ സഹിക്കാൻ എന്ന് പറഞ്ഞ് ഗോമതി വീണ്ടും കരയാ. ബാല എന്താ സംഭവിച്ചേ? നിങ്ങളാണെങ്കിൽ ഒന്നും തുറന്നു പറയുന്നുമില്ല, എന്താ പ്രശ്നം? ഗോമതി എന്തിനാ ഇങ്ങനെ കിടന്ന് കരയുന്നത്? കരയാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ബാല വളകാപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഗോമതി കരയുന്നത്. എന്താ പ്രശ്നം? എന്താ ബാല? ഇവിടെ എന്തോ സംഭവിച്ചിട്ട് സത്യം പറ, എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ? എൻ്റെ ദേവി മോൾ എവിടെ? നിങ്ങൾ എന്താ എന്നിൽ നിന്ന് മറയ്ക്കുന്നത്? ഞാൻ അവളുടെ അച്ഛനാ, എന്നോട് സത്യം പറ എന്ന് പറയാ. ഞാനത് എങ്ങനെയാ സാറിനെ മുഖത്ത് നോക്കി പറയുന്നത്? സാറിനെ ഈ വിവരം നേരത്തെ അറിയിക്കേണ്ടതായിരുന്നു എന്ന് ഗോമതിയും പറയും. പക്ഷേ ഞങ്ങൾക്ക് അത് സാധിച്ചില്ല, ഞങ്ങളത് എങ്ങനെ സാറിനോട് പറയും എന്ന് ഗോമതിയും പറയാം. നിങ്ങളിങ്ങനെ ടെൻഷൻ അടിപ്പിക്കാതെ ദയവ് ചെയ്ത് കാര്യം എന്താണെന്ന് ഒന്ന് പറ പ്ലീസ്. എന്തിനാ എന്നെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കുന്നേ? അത് പിന്നെ ഉദയഭാനു സാറേ എന്ന് പറഞ്ഞ് ബാലൻ തപ്പി തടയാണ്. എന്താ ബാല, എന്താണെങ്കിലും പറ എന്നോട്. അത് ആ കുഞ്ഞിന് എന്ത് പറ്റി ബാല? നിങ്ങൾ എന്ത് തുറന്നു പറ എന്ന് പറയാം. ആ കുഞ്ഞ്, അതിനെ നമുക്ക് കിട്ടിയില്ല സാറേ എന്ന് പറയാം. അത് കേട്ട ഉദയഭാനു ഞെട്ടിത്തരിച്ച് നിൽക്കാം. ബാല നീ എന്താ ഈ പറയുന്ന ബാല? കുഞ്ഞിനെ കിട്ടിയില്ലെന്നോ? കുഞ്ഞിന് എന്തു പറ്റി? പോയി സാർ, ആ കുഞ്ഞു പോയി എന്ന് അപ്പോൾ ബാലൻ തല കുനിച്ച് നിന്ന് പറയാണ്. അതിനെ നഷ്ടപ്പെട്ടു എന്ന് വീണ്ടും പറയാം. അത് കേൾക്കുന്ന ഉദയഭാനുവിന് സഹിക്കാൻ കഴിയുന്നില്ല. ഉദയഭാനും അവിടെ നിന്ന് കരയാ. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? കുഞ്ഞിനെ നഷ്ടപ്പെട്ടെന്നോ? ഞാൻ ഈ വളകാപ്പ് നടത്താൻ വന്ന കുഞ്ഞിനെ നഷ്ടപ്പെട്ടെന്നോ എന്ന് പറഞ്ഞ് ഉദയഭാനു അവിടെ നിന്ന് എഴുന്നേൽക്കുക. എന്നിട്ട് അവിടെ ഇരുന്ന് കരയാണ് കേട്ടോ. ഉദയഭാനുവിൻ്റെ കരച്ചിൽ കാണുമ്പം ബാലനും ഗോമതിക്കും ധർമ്മനും വീണ്ടും സങ്കടം കൂടുകയാണ്. ഉദയഭാനുവിനോട് എന്തു പറയണമെന്നറിയാതെ ബാലൻ നിൽക്കുക. അപ്പോൾ ഗോമതി പറയും, ദേവിമോള് റൂമിലുണ്ട്, സാറ് അവളെ പോയി കണ്ടോ എന്ന് പറയാണ് കേട്ടോ. ഇതെല്ലാം ദേവി റൂമിലിരുന്ന് കേൾക്കുന്നുണ്ടേ. അപ്പോഴത്തേക്കും ഉദയഭാനു എഴുന്നേൽക്കും. എന്നിട്ട് ദേവിയുടെ റൂമിലേക്ക് നടന്ന് ചെല്ലുകയാണ്. ചേച്ചി ഇങ്ങനെ കരയല്ലേ, കരഞ്ഞിട്ട് എന്താ കാര്യം എന്ന് അപ്പോൾ ധർമ്മൻ ചോദിക്കുകയാണ്. കഴിഞ്ഞത് കഴിഞ്ഞു, അതോർത്ത് നമ്മൾ ഓരോരുത്തരും സങ്കടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് പറയാം. സമയം ധർമ്മൻ എന്തു പറഞ്ഞ് ബാലനെ ആശ്വസിപ്പിക്കണം എന്നറിയാതെ ഇരിക്കാൻ കേട്ടോ. എന്നിട്ട് സുഗന്യോട് ദേഷ്യം കൂടുകയാണ്. ഈ കുടുംബത്തിലെ എത്ര പേരുടെ സ്വപ്നങ്ങളാണ് നീ ഒരുത്തി കാരണം പൊഴിഞ്ഞു പോയത്? ഇതിനൊക്കെയുള്ള ശിക്ഷ നിനക്ക് ഞാൻ നൽകിയിരിക്കൂടി. എന്നെ നീ ശരിക്കും അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ ധർമ്മൻ പറയാം. ഇതേ സമയം ഉദയഭാനു ദേവിയുടെ അടുത്തേക്ക് ചെല്ലുക. എന്നിട്ട് മോളെ എന്ന് പറഞ്ഞ് കയ്യിൽ പിടിക്കുകയാണ്. ദേവിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരണം കേട്ടോ. കൈ വലിച്ചെടുക്കുക. അച്ഛനിപ്പോൾ സമാധാനമായല്ലോ എന്ന് ഉദയഭാനുവിനോട് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ഉദയഭാനു ഞെട്ടിത്തരിച്ച് നിൽക്കുക. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കുക.